എല്ലാവർക്കും എൻ്റെ പുതിയ കിടക്കാച്ച വീഡിയോയിലേക്ക് സ്വാഗതം. കഴിച്ച് നമ്മൾ വന്നിരിക്കുകയാണ് മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേയുടെ പുതിയ എപ്പിസോഡുമായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ബേസ് ഉണ്ടാക്കാൻ പോകാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ ലൈവിൽ പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ ബേസ് ഉണ്ടാക്കി തുടങ്ങുമെന്ന് ചെയ്യാതിരുന്നാൽ മോശമായി പോകും. അപ്പോൾ ഇന്ന് നമ്മൾ ബേസ് പണിയായിട്ടാണ് വന്നിരിക്കുന്നത്. വുഡൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ പിന്നെ എടുക്കാം. ഫസ്റ്റ് നമ്മുടെ എപ്പോഴത്തെയും പോലെ മൈക്ക് എപ്പിസോഡ്. പിന്നെ എനിക്ക് സാഡ്ലി പറയാനുണ്ട്, നമ്മുടെ പിങ്ക് ഷീപ്പ് ഓടിപ്പോയി. എന്തുകൊണ്ടാണെന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരന്മാർ ചോദിച്ചപ്പോൾ പറയും മനസ്സിലായത്, എടാ നീ കഴിഞ്ഞ 2 എപ്പിസോഡിൽ ഫസ്റ്റ് പാട്ട് പാടിയേക്ക് ഇപ്പോൾ ഷീപ്പിന് ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞു വന്നത്. ഇനി രണ്ടാമത് പാടിയ പാട്ട് ഷീപ്പ് കേട്ട് തലവേദന എടുത്ത് ചത്തു എന്നാണ് പറഞ്ഞത് എൻ്റെ ഒരു കൂട്ടുകാരൻ. വേറൊരു കൂട്ടുകാരൻ പറഞ്ഞ് അതാ പാട്ട് കേട്ട് ഓടിപ്പോയത്. എനിക്കും തോന്നിയത് ശരിയാന്ന്. ഇനി പാട്ട് പാടി ഈ 2 അയങ്കുളത്തിനും കൂടെ ഓടിച്ചുവിടാം. ഓക്കെ, എപ്പോഴത്തെയും പോലെ ഞാൻ എല്ലാ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാട്ട് പാടാൻ തുടങ്ങുന്നതിന് മുമ്പ് നൈറ്റ് സ്കിപ്പ് ചെയ്യണം. അല്ലെങ്കിൽ വല്ല സോമി ഈ പാട്ട് പാടുന്നതിൻ്റെ ഇടയ്ക്ക് സോമി വന്നിട്ട് തകതിമ അടിച്ചിട്ട് ഡാൻസ് കളിച്ചിട്ട് പോകും. ചുവ കരയുന്ന പോലെ ഉണ്ടായത്. ഇന്നത്തെ പാട്ടും കുളമായി. നമ്മുടെ ഗുഡ് ന്യൂസ് ലൈവ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ ഗുഡ് ന്യൂസ് പറഞ്ഞേക്കാം. അത് തന്നെ നമ്മുടെ ഫാം ഫെയിലായിട്ടില്ല, വർക്കായി. എനിക്കത് ഒത്തിരി ഭയങ്കര സന്തോഷമുണ്ട്. കൂടെ തന്നെ കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ അവിടെ 2-3 സ്റ്റാക്ക് കിട്ടി. ട്രെയിൻ എൻ്റെ കയ്യിലില്ല, എവിടെയോ കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മുടെ അയണുള്ള സ്ഥിതിക്ക് ഒരിതും ഉണ്ടാക്കി നേരം കൊണ്ടില്ല. ഇപ്പം ഞാൻ അടുത്തുമ്പോൾ തന്നെ 10 അയങ്കോളം സ്പോൺ ആവും. വെയിറ്റ് ഗൈസ്, ഇപ്പം സ്പോൺ ആവും. ഇപ്പം ഞാൻ അടുത്തുമ്പോൾ തന്നെ 10 അയങ്കോളം സ്പോൺ ആവും. ഇപ്പം സ്പോൺ ആവും. വെയിറ്റ്. അല്ല പിന്നെ സീമർ ഉണ്ടാക്കുന്ന സാധനം അത്ര പെട്ടെന്നൊന്നും പൊളിയില്ല. അത് പണ്ട്, ഇപ്പം ഉണ്ടാക്കുന്നൊന്നും പൊളിയില്ല. ചെയ്ത് അല്ല പിന്നെ 1 2 3 4 5 6 ഇത്രയും സ്റ്റാക്ക് ഇപ്പോൾ തൽക്കാലം എടുക്കാം. ഇതൊക്കെ ധാരാളം. അപ്പോൾ നമുക്ക് ഗ്ലാസും വേണ്ടി വരും. അപ്പോൾ അതും പോയി എടുത്തുകൊണ്ട് വരണ്ടല്ലേ. അപ്പോൾ ഗ്ലാസ് വെക്കേണ്ട ഭാഗം തൽക്കാലം നമ്മളിപ്പോൾ ബിൽഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ചെസ്റ്റെല്ലാം നമുക്കിപ്പോൾ മാറ്റേണ്ടി വരും. ഓക്കെ, ഇതെല്ലാമായി. ഇനി ഈ വീടുണ്ടാക്കാൻ സ്ഥലം ടോർച്ചെല്ലാം പൊട്ടിക്കണം. ബെഡ് ഇവിടെ തന്നെ കൊണ്ടിട്ടേക്കാം. എന്നിട്ട് റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്യാം. ഇവിടെ കൊണ്ടുവച്ച് അതിന് എൻ്റെ വുഡും കാര്യങ്ങളും എടുക്കണം. അതിൻ്റെ അകത്തോണ്ട് ഞാൻ വുഡ് വെച്ചിട്ടുണ്ട്. വുഡ് സോഡ് പിക്കാറ്റ്സ് വുഡ്. ഇപ്പോൾ വീടുണ്ടാക്കാനുള്ള സാധനങ്ങൾ മാത്രം കഴിച്ചാൽ മതി, വേറെ ഒന്നും വെക്കണ്ട. ഇതൊരു മെഗാ ഹൗസായിരിക്കും ഗൈസ്. കാണുന്നത് തന്നെ ഒരു നല്ലൊരു വീടായിരിക്കും. അങ്ങനത്തെ ഇതിലൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. മാക്സിമം ഞാൻ ഇനി നല്ല രീതിക്ക് സെറ്റാക്കുന്നുണ്ട്. എൻ്റെ മൈക്കിൻ്റെ 2ാമത്തെ പാർട്ട് എന്ന് പറയാൻ കഴിയില്ല. കാര്യം ഇതെൻ്റെ ഷീപ്പ് കുട്ടൻ്റെ അവസാനത്തെ ഒരു അടയാളമാണ്. വീട് കാണാൻ കൊള്ളത്തില്ലെങ്കിൽ എന്നൊന്നും പറയല്ലേ. ഞാൻ ഇപ്പോഴേ പറയുക, ഇത് ജസ്റ്റ് ഒരു മെഗാ ബീസ് കൂടി ഉണ്ടാക്കുക. എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാൻ മാത്രം. ബാക്കി ഇനി അഥവാ നമുക്ക് നല്ല ബീസ് ഉണ്ടാക്കണ ഒരു എലക്ട്രയും അത്യാവശ്യം നല്ലൊരു പിക്കാറ്റ്സ് ആയിക്കഴിഞ്ഞ് ആർമറൊക്കെ ആയിക്കഴിഞ്ഞ് നമുക്കൊരു മെഗാ കൊട്ടാരം തന്നെ ഉണ്ടാക്കി വെക്കാം.
അപ്പം ഇനി ഞാൻ നിങ്ങളുടെ കയ്യിൽ ഒരു ജോലി തരാൻ പോവാണ് ഗൈസ്. കാര്യം എനിക്ക് ഇത് ഫുള്ള് ഡൗട്ട് അടിച്ചിരിക്കും ഓരോ റൂമിൽ എന്ത് വെക്കണമെന്ന്. അതായത് നമ്മുടെ തുടക്കം കാണുന്ന ഈ റൂമിൽ എന്ത് വെക്കണമെന്ന് നിങ്ങൾ പറ. ഈ റൂം നമ്മൾ എ ആയിട്ട് കൂട്ടും. എ റൂം. അപ്പം എ റൂമിൽ നമ്മൾ എന്ത് സെറ്റ് ചെയ്യണമെന്ന് പറ. ഇനി ബി റൂമിൽ വേറെ എന്ത് സെറ്റ് ചെയ്യണമെന്ന് പറ. ബി. അപ്പം ഇതെങ്ങനെ അടിക്കുന്നത്? എ റൂമിൽ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ, സ്മെൽറ്റിംഗ് ഏരിയ, അങ്ങനെ നിങ്ങൾ ഇഷ്ടമുള്ള ഐഡിയ ഇങ്ങോട്ട് പറ. സി. എനിക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സെറ്റ് എന്നും പറഞ്ഞിടും. അതാ നിൻ്റെ എ. അവിടെ നമുക്കൊരു വലിയൊരു ബെഡ്റൂം സെറ്റാക്കാമെന്ന് പറഞ്ഞാൽ അത് സെറ്റാക്കാം. എ ബി സി ഡി ഇനി ഡി. അപ്പം എ ഐ ബി ഐ സി ഐ ഡി ഐ. അപ്പോൾ ഇനി ഇവിടെ രണ്ട് വലിയ ഈ റൂം അടപ്പുണ്ട്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് പറയാം. സി എ ബി സി ഡി ഇ. ഇവിടെ ഇ, താഴെ എഫ് റൂം. നീ എല്ലാവരും പറ. 6 റൂമുണ്ട്. 6 റൂമിൽ എന്ത് ആഡ് ചെയ്യണമെന്ന് പറ. ചെസ്റ്റ് റൂം ആരും പറയില്ല. കാര്യം ചെസ്റ്റ് റൂം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ ഈ കാണുന്ന ഇതിൻ്റെ അടിയിലാണ് ഈ ചെസ്റ്റ് റൂം വരാൻ പോകുന്നത്. അത് വേറെ രീതിയിൽ എൻ്റെ മൈൻഡിൽ നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കമൻറ്റിൽ പറ. അടുത്ത വീഡിയോ ഇനി എപ്പോൾ വരുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാര്യം എക്സാമും കാര്യങ്ങളും വരുക, പഠിക്കണം. അതേ പറയിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് നീ അടുത്ത വീഡിയോ വാ. ബൈ ഗൈസ്.